സംസ്ഥാന മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സ്വന്തം സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. സ്വജനപക്ഷപാതം ആരോപിച്ച് പ്രതിപക്ഷമായ CPM രംഗത്തെത്തിയതോടെ വിഷയം ഭരണ പ്രതിപക്ഷ പോരാട്ടമായി മാറുകയും KPCC യോഗത്തിൽ വരെ ചർച്ചയാവുകയും ചെയ്തു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ബെന്നി തോമസിനെ ഈ ഉന്നത പദവിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക ഉത്തരവിറങ്ങിയത്. മന്ത്രിയുടെ വിശ്വസ്തനും തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ചീഫ് ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബെന്നി തോമസ് എന്ന ന്യായീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ നിയമനം വലിയ തോതിലുള്ള ചർച്ചകൾക്കും അതൃപ്തിക്കും വഴിവെച്ചിരിക്കുകയാണ്. യോഗ്യതകളേക്കാൾ ഉപരിയായി സ്വന്തം ബന്ധുവിനെ തന്നെ ഇത്രയും ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തേക്ക് നിയമിച്ചത് സ്വജനപക്ഷപാതമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. അധികാരത്തിലിരിക്കുന്നവർ ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന ധാർമ്മികതയും മര്യാദകളും മന്ത്രി ലംഘിച്ചിരുന്നുവെന്നും ഇത് ഭരണഘടനാപരമായ പദവികളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്നും വിമർശകർ വാദിക്കുന്നു. ബെന്നി തോമസ് പാർട്ടിയിൽ നേരത്തെ മുതൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് വാദിക്കുമ്പോഴും ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന അധികാര പരിധിയിൽ നിന്ന് തന്റെ അടുത്ത ബന്ധുവിനെ നിയമിക്കുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും പൊതുജന സമക്ഷം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിഷയം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തു നിന്നും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. വിമർശനങ്ങൾക്ക് മറുപടിയായി തനിക്ക് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ബെന്നി തോമസ് ഒരു ബന്ധു ആയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ നേതാവാണ് അദ്ദേഹം. നിയമപരമായ യാതൊരു തടസ്സങ്ങളും ഈ നിയമനത്തിലില്ല എന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, ഒരു കാപട്യത്തിനും താൻ തയ്യാറല്ലെന്നും സുതാര്യമായാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി യോഗത്തിലും വിഷയം ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്തത്. നേതൃത്വത്തിലെ ചില പ്രമുഖ നേതാക്കൾ നിയമനം സംബന്ധിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചു. ഇത്തരം നിയമനങ്ങൾ ഭാവിയിൽ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നും കൂടുതൽ കരുതലോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. വിമർശനങ്ങൾക്ക് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്ന് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മുൻപ് ഇത്തരം നിയമനങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നടത്തിയ സമരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് CPM നേതാക്കൾ രംഗത്തെത്തി. അന്ന് അവർ ഉന്നയിച്ച ധാർമ്മികത ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മന്ത്രി സണ്ണി ജോസഫിനെ പിന്തുണച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ബെന്നി തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം കേവലം ബന്ധു മാത്രമല്ല, അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണെന്ന് മുരളീധരൻ വാദിച്ചു. കൂടാതെ മുൻകാലങ്ങളിൽ മറ്റു മുന്നണികൾ നടത്തിയ സമാന നിയമനങ്ങളെയും അദ്ദേഹം പരിഹരിച്ചു. സോഷ്യൽ മീഡിയയിലും പൊതുസ്ഥലങ്ങളിലും ഈ വിഷയം സജീവ ചർച്ചയാണ്. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിലെ സുതാര്യത എന്ന വലിയൊരു ചോദ്യം വീണ്ടും ഉയരുകയാണ്. നിയമപരമായ സാധുതയേക്കാൾ ഉപരിയായി രാഷ്ട്രീയ മര്യാദകളെ കുറിച്ചാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഈ വിവാദം വരും ദിവസങ്ങളിൽ നിയമസഭയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. മന്ത്രി സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദങ്ങളും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളും ഒരേ സമയം നേരിടേണ്ടതുണ്ട്.